കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുവെന്നും അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ മീഡിയാസിലൊക്കെ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും ഒരു വാർത്ത കൂടി ശ്രദ്ധിച്ചിരുന്നു. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവരുടെ പ്രധാനമന്ത്രി പദം രാജിവെക്കുകയും അവിടെ നിന്നും പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ബംഗ്ലാദേശിലെ യഥാർത്ഥ പ്രശ്നം? പ്രക്ഷോഭക്കാർ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് അവർക്ക് ആ രാജ്യത്ത് നിന്നും പലായനം ചെയ്യേണ്ടി വന്നു? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇറ്റ്സ് മീ അരുൺ. വെൽക്കം ടു അരുൺ ടോക്സ്. ജൂലൈയോടുകൂടിയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത്. ഇതിനുള്ള കാരണമാണ് നമ്മളിനി പറയുന്നത്. 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് ഒരു വർഷത്തിന് ശേഷം, അതായത് 1972 അവിടെ ഒരു റിസർവേഷൻ കോൺസെപ്റ്റ് കൊണ്ട്, അതായത് ഒരു സംവരണ മാനദണ്ഡം കൊണ്ടുവരികയാണ്. ഇതനുസരിച്ച് ഈ വിമോചന സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ പിൻതലമുറക്കാർക്ക്, അതായത് ആ കുടുംബത്തിലുള്ള ഇനി വരുന്ന തലമുറകൾക്ക് ഗവൺമെൻറ് ജോലികളിലേക്ക് 30% റിസർവേഷനാണ് ഈ ഒരു മാനദണ്ഡം പ്രകാരം കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ 10% റിസർവേഷൻ പിന്നാക്ക ജില്ലക്കാർക്കും, 10% റിസർവേഷൻ സ്ത്രീകൾക്കും, 5% റിസർവേഷൻ അവിടെ ഗോത്ര വർഗ വിഭാഗക്കാർക്കും, 1% റിസർവേഷൻ അവിടെ അംഗവൈകല്യമുള്ളവർക്കും നൽകുന്നു. അപ്പോൾ എല്ലാം കൂടി 56% റിസർവേഷനാണ് ഗവൺമെൻറ് ജോലികളിലേക്ക് നൽകിയിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ശതമാനം വന്നിരിക്കുന്നത് ഈ വിമോചന സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് കൊടുക്കുന്ന 30% റിസർവേഷനാണ്. ഈ വലിയ 30% റിസർവേഷനെതിരെയാണ് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയത്. അതായത് സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചത് ഈ ജൂലൈ മുതൽ. അപ്പോൾ ഇതിൽ ഏറ്റവും മുൻപിട്ട് നിന്നിരുന്നത് വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു. അപ്പോൾ ഇവരെ അടിച്ചമർത്താനായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പോലീസുകാരെത്തുന്നു. ഇവരോടൊപ്പം ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശ് ഛത്ര ലീഗിലെ വിദ്യാർത്ഥികളെ ഇറങ്ങുന്നു. അപ്പോൾ പോലീസും ഈ ബംഗ്ലാദേശ് ഛത്ര ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയുമായിരുന്നു ഈ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ നിന്നത്. അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നടക്കുകയും ഈ ഒരു ഏറ്റുമുട്ടലുകളിൽ ഏകദേശം 200ഓളം പേർ മരണപ്പെടുകയും 1000-ന് പുറത്ത് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ഏകദേശം 11,000-ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1975 ഷെയ്ഖ് ഹസീനയ്ക്ക് 27 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്താണ് പട്ടാളത്തിൻ്റെ ഒരു അട്ടിമറി നടക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന, സ്വാതന്ത്ര്യസമര നായകനായിരുന്ന തൻ്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പട്ടാളം വധിക്കുകയുണ്ടായി. അതിനോടൊപ്പം ഹസീനയുടെ അമ്മയും 3 സഹോദരങ്ങളും കൊല്ലപ്പെട്ടു. പിന്നീട് അവശേഷിച്ച ഹസീനയും ഹസീനയുടെ സഹോദരിയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ഇന്ത്യ അഭയം നൽകുകയാണ് ചെയ്തത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1981 പിതാവിൻ്റെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഷെയ്ഖ് ഹസീന എത്തുകയുണ്ടായി. പിന്നീട് ഖാലിദ സിയയുടെ BNP എന്ന് പറഞ്ഞ പാർട്ടിയുമായി, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന BNP എന്ന് പറയുന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പട്ടാള ഭരണത്തിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും 1990 ഇത് ഫലവത്താവുകയും ചെയ്തു. അതായത് അതുവരെ ഉണ്ടായിരുന്ന പട്ടാള ഭരണത്തിനെ താഴത്തിറക്കാൻ ഈ ഖാലിദ സിയയ്ക്കും ഷെയ്ഖ് ഹസീനയ്ക്കും സാധിച്ചു. എന്നാൽ പിന്നീട് ഖാലിദ സിയയും ഷെയ്ഖ് ഹസീനയും തമ്മിൽ വളരെ വലിയൊരു ശത്രുത ഉണ്ടാവുകയും അവർ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. 1990 പട്ടാള ഭരണത്തെ താഴെ ഇറക്കിയ ശേഷം 1991 ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഖാലിദ സിയയുടെ BNP പാർട്ടി ഭൂരിപക്ഷം നേടുകയും അധികാരത്തിൽ വരികയും ചെയ്തു. പ്രതിപക്ഷത്തേക്ക് എത്തിയത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗായിരുന്നു. അന്ന് 3 സീറ്റുകളിലേക്കാണ് ഷെയ്ഖ് ഹസീന മത്സരിച്ചത്. എന്നാൽ 2 മണ്ഡലങ്ങളിൽ തോൽക്കുകയും 1 മണ്ഡലത്തിൽ മാത്രമാണ് ഹസീനയ്ക്ക് ജയിക്കാനായിട്ട് സാധിച്ചത്. ഇതിനുശേഷം 1996 വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 146 സീറ്റ് നേടി അവാമി ലീഗ് അവിടെ ഭൂരിപക്ഷം നേടുകയാണുണ്ടായത്. അങ്ങനെ ഷെയ്ഖ് ഹസീന അന്ന് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഇത് 2001 വരെ തുടരുകയാണുണ്ടായത്. 2001 വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും അന്ന് അവാമി ലീഗിന് 62 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടിയും വന്നു. ബാക്കി 234 സീറ്റുകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ഖാലിദ സിയയുടെ BNP അധികാരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അന്ന് മത്സരിച്ച 3 സീറ്റുകളിൽ 2 സീറ്റ് ഹസീന ജയിക്കുകയും 1 സീറ്റിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം 2004 എത്തുമ്പോൾ
അതായത് ഷെയ്ഖ് ഹസീന 2001 മത്സരിച്ച ശേഷം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നിരുന്ന ഷെയ്ഖ് ഹസീന 2004 പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. ഈ സമയത്ത് ധാക്കയിൽ നടന്ന അവാമി ലീഗിൻ്റെ ഒരു സമ്മേളനത്തിന് നേരെ ഒരു ഗ്രനേഡ് ആക്രമണം ഉണ്ടാവുകയും അവിടുത്തെ പ്രധാന നേതാക്കളടക്കം അവാമി ലീഗിൻ്റെ പ്രധാന നേതാക്കളടക്കം ഏകദേശം 24ഓളം പേർ അന്ന് അവിടെ മരണപ്പെടുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇത് BNPയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്നും ഹസീനയായിരുന്നു അവർ വധിക്കാനായിട്ട് ലക്ഷ്യമിട്ടിരുന്നതെന്നൊക്കെ തെളിയുകയും ചെയ്തിരുന്നു. 2007 കൂടി ബംഗ്ലാദേശിൻ്റെ ഭരണം വീണ്ടും പട്ടാളം ഏറ്റെടുക്കാനുണ്ടായത്. ഇതേ തുടർന്ന് മാർച്ച് 14 ഹസീന അവിടെ നിന്നും US പോവുകയും അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് ഏപ്രിൽ 18 ഹസീനയ്ക്ക് ബംഗ്ലാദേശിലേക്ക് ഒരു പ്രവേശന വിലക്കും ഏർപ്പെടുത്തുന്നു. എന്നാൽ വിദേശത്ത് മാറുന്നതിന് ശേഷം 51 ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രവേശന വിലക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മെയ് 7 ഹസീന തിരികെ ബംഗ്ലാദേശിലെത്തുകയാണ് ചെയ്തത്. ഇതിനുശേഷം ജൂലൈ 16 ഹസീനയെ ബംഗ്ലാദേശ് പട്ടാളം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തടവിൽ പാർപ്പിക്കുകയും ചെയ്തു. പാർലമെൻറ്റിന് അടുത്തുള്ള ഒരു കെട്ടിടത്തിലാണ് തടവിലാക്കിയത്. അതിനുശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷം 2008 ജൂൺ 11 ഹസീനയ്ക്ക് പിന്നീട് ഒരു പരോൾ അനുവദിച്ച് നൽകുന്നത്. പിന്നീട് 2008, 2009, 2014 ഒക്കെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത്. ഇതിൽ പലപ്പോഴും 2008, 2009 ഒന്നും ഈ വിജയങ്ങളൊന്നും ഖാലിദ സിയയും BNP പാർട്ടിയും ഒന്നും അംഗീകരിച്ച് കൊടുത്തിരുന്നതുമില്ല. പിന്നീട് 2014 267 സീറ്റുകളിലാണ് അന്ന് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ജയിച്ചു കയറിയത്. എന്നാൽ അന്ന് ആ ഒരു ഇലക്ഷൻ 2014 തെരഞ്ഞെടുപ്പിൽ BNPയും ഖാലിദ സിയയും ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് കൂടി 153 സീറ്റുകളിൽ എതിരില്ലാതെയാണ് അന്ന് അവാമി ലീഗ് ജയിച്ചു കയറിയത്. 267 സീറ്റുകളിൽ ജയിച്ച സീറ്റുകളിൽ 153 എതിരില്ലാതെയാണ് അന്ന് ജയിച്ചു കയറിയത്. ഇതിനുശേഷം 2019 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് ഷെയ്ഖ് ഹസീന അവരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഏറ്റവും വലിയ വിജയമായിരുന്നു അവാമി ലീഗും ഹസീനയും അന്ന് കൊയ്തെടുത്തത്. 300 സീറ്റുകളിൽ 288 സീറ്റുകളാണ് അന്ന് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് നേടിയെടുത്തത്. ആ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു അന്ന് BNPയും ഖാലിദ സിയയുടെ പാർട്ടിയും ചേർന്ന് നേടിയത്. BNPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തോൽവിയായിരുന്നു 2019 അവർ നേടിയ തോൽവി എന്ന് പറയുന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നതും അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതുമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. 2018 ബംഗ്ലാദേശിൽ ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ഇതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന 30% റിസർവേഷൻ തന്നെയായിരുന്നു. ആ 2018 എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നതിനാൽ ഈ പ്രക്ഷോഭക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ അവർക്കെതിരെ നിൽക്കുകയോ ചെയ്താൽ അത് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും മനസ്സിലാക്കിയ സർക്കാർ അന്ന് അവരുടെ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മാനിക്കുകയും 30% റിസർവേഷൻ ക്യാൻസലാക്കുകയും ചെയ്തു. എന്നാൽ ഈ 30% റിസർവേഷൻ, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർ, ആ വിഭാഗത്തിൽപ്പെടുന്നവർ ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ കേസിൻ്റെ ഫലമാണ് 2024 ജൂലൈ 7 വന്നത്. അതിൽ ഈ 30% റിസർവേഷൻ വീണ്ടും പുനരാരംഭിക്കണമെന്നും അത് നിലനിൽക്കുമെന്നും, അതായത് ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു ഹൈക്കോടതി വിധിയാണ് വന്നത്. വീണ്ടും പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ചൂടുപിടിക്കുകയാണ് ചെയ്തത്. ഈ പ്രക്ഷോഭത്തിലും പരസ്പരമുള്ള ഏറ്റുമുട്ടലിലും മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് സുപ്രീം കോടതി ഇടപെടുന്നത്. സുപ്രീം കോടതി ഈ 30% റിസർവേഷൻ, അതായത് 56% റിസർവേഷനാണ്, 30% റിസർവേഷൻ അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ 56% റിസർവേഷനെ വെട്ടിച്ചുരുക്കി 7% മാറ്റുന്നു. ശ്രദ്ധിക്കണം, ഇത് 30% റിസർവേഷനെ അല്ല, ഇത് ആകെ ഉണ്ടായിരുന്ന 56% റിസർവേഷൻ, സർക്കാർ ജോലികളിൽ ഉണ്ടായിരുന്ന 56% റിസർവേഷനെ വെട്ടിച്ചുരുക്കി 7% മാറ്റുകയാണ് ചെയ്തത്. ഈ 7%-ൽ 5% എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് കൊടുക്കുന്ന 5%. ഇനിയുള്ളതാകെ 2%. അത് 1% സ്ത്രീകൾക്കും 1% ഗോത്രവർഗ വിഭാഗക്കാർക്കാണ് മാറ്റിവെച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വികലാംഗർക്ക്, പിന്നാക്ക ജില്ലക്കാർക്ക് എന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെയായിരുന്നു അന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിന് ശേഷം പ്രക്ഷോഭം അടങ്ങുകയും, എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘടന, ആ വിദ്യാർത്ഥി സംഘടന ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ചില ആശയങ്ങളും അവർക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ നടന്ന മരണങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, പ്രക്ഷോഭങ്ങൾ നടന്ന മരണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഷെയ്ഖ് ഹസീന മാപ്പ് പറയണം.
ഈ വിദ്യാർത്ഥികളെ കൊല്ലുന്നതിൽ മുൻപന്തിയിൽ നിന്ന പോലീസുകാരെ അവരുടെ സർവീസിൽ നിന്നും മാറ്റണം. ദെൻ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായ നിധി അല്ലെങ്കിൽ സഹായം നൽകണം, സാമ്പത്തിക സഹായം നൽകണം. ഇനി അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശ് ഛത്ര ലീഗ് എന്ന് പറയുന്ന അവാമി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും വിലക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വച്ചത്. എന്നാൽ സർക്കാർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും പ്രക്ഷോഭം അവിടെ ആളിക്കത്തുന്നത്. 2024 ഓഗസ്റ്റ് 3 ശനിയാഴ്ചയോടുകൂടി പ്രക്ഷോഭക്കാർ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇവരെ അടിച്ചമർത്താനായിട്ട് പോലീസുകാരും ഹസീനയുടെ പോലീസുകാരും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഛത്ര ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടലുകളിൽ 2024 ഓഗസ്റ്റ് 4 ഞായറാഴ്ച കൊല്ലപ്പെട്ടത് 13 പോലീസുകാർ ഉൾപ്പെടെ 94 പേരായിരുന്നു. ഒരു ദിവസം ബംഗ്ലാദേശിൽ ഇത്രത്തോളം മരണങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടായിരുന്നു. ഈ തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച കൊല്ലപ്പെട്ടത് 20ഓളം പേരായിരുന്നു. ഇത് ഒരു കൂട്ടക്കുരുതിയാണെന്ന് എല്ലാവരും വാദിക്കുമ്പോഴും ഹസീന ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, തൻ്റെ പ്രവൃത്തിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ വധിച്ചത് വിദ്യാർത്ഥികളെയല്ല, പകരം ഈ ബംഗ്ലാദേശിൻ രാജ്യത്ത് നശിപ്പിക്കാനെത്തിയ ഭീകരരെയാണ് എന്നാണ് ഹസീന അന്ന് വാദിച്ചത്. എന്നാൽ പിന്നീട് പ്രക്ഷോഭക്കാരുടെ സമര പരിപാടികൾ ശക്തമായതോടുകൂടി തനിക്കും തൻ്റെ പോലീസിനും തൻ്റെ വിദ്യാർത്ഥി സംഘടനകൾക്കും അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹസീനയും ഹസീനയുടെ സഹോദരിയും 2024 ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച ബംഗ്ലാദേശിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ അവർക്ക് അഭയം നൽകിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്.